അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദ് ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബികൾ, ഇന്ന് എവിടെ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 350-400 മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം. നിറയെ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ. ഇത് ഫ്രഷ് വീടാണ്, പുതിയ വീടാണ് കേട്ടോ. ഒരു 1.5 വർഷം മാത്രമാണ് പഴക്കം. എല്ലാം കണ്ടില്ലേ, ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല മോഡൽ, നല്ല വീടൊക്കെ കാണണം. ഉള്ളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഭംഗിയെന്ന് അറിയുങ്ങൾ. ഈ പുതിയ വീടിൻ്റെ വില എത്രയെന്ന് അറിയാം? 5 സെൻറ്റ് സ്ഥലവും 1000-ഓളം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 980 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിൻ്റെ വിലയാണെങ്കിൽ വളരെ കുറവാണ്. ഈ പാർട്ടി ചോദിക്കുന്നത് 23 ലക്ഷമാണ്. 23 ലക്ഷത്തിന് ഫ്രഷ് വീട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല ഇതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ ഇതിൽ ലോണുണ്ട്. ആ ലോൺ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല അർബൻ ബാങ്കിലായതുകൊണ്ട്. അതിന് വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ട് നമുക്ക് ബാക്കി ഒരു 13 ലക്ഷം ഉള്ളവർക്കും നമുക്ക് ഇവരോട് സംസാരിച്ചൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് 13 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ നമുക്കത് ആദ്യം മുതലൊന്ന് കാണാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എന്തോ ഒറ്റപ്പാലം എന്ന് പറയുന്ന റോഡ്, ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് കണ്ടില്ല നിങ്ങൾ? ഈ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ പോകേണ്ട ദൂരമാണ് 350 അല്ലെങ്കിൽ 400 മീറ്റർ ദൂരം കേട്ടോ. 350 അല്ലെങ്കിൽ 400 മീറ്റർ ദൂരമാണ് നമുക്ക് പോകേണ്ടത്. ഈ ബസ് റൂട്ടിൽ നിന്നാണ് പോകേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീടൊക്കെ ഒന്ന് കണ്ടുവരും. ഇത്രയും സൗകര്യത്തിലുള്ള വീട് ചെറിയ വിലക്കാണ് തരാൻ പോകുന്നത്. ഫ്രഷ് വീടാണ്, അധികം പഴക്കമില്ല, ആകെ 1-1.5 വർഷമാണ് പഴക്കം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ടിട്ട് വരാം. അപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ, ടാറിങ് റോഡിൽ നിന്ന് നമ്മൾ ഒരു 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 70 മീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം കേട്ടോ. നിറയെ വീടുകൾ, നല്ല VIP വീടുകൾ, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഹൗസ് ഫ്ലോട്ടുകളാക്കി കൊടുത്താണ് വീടുകൾ കെട്ടാൻ വേണ്ടി. തറ കെട്ടിയതിന് മുമ്പിൽ ഒന്ന്, അതുപോലെ തന്നെ അപ്പുറത്തൊരു ഫ്ലോട്ട് വേറുണ്ട്. അതിൻ്റെ പുറമെ ഇതാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള വീട്. എല്ലാ വണ്ടിയും വരും. 12 അടി റോഡുണ്ട് കണ്ടോ. നല്ല വീതിയിലുള്ള റോഡാണ് കണ്ടോ. ഒക്കെ വീടിൽ നിന്ന് കണ്ടൊക്കെ നല്ല ചെറിയ ബൾബൊക്കെ ഇട്ടിട്ട് നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ? ഇതിപ്പോൾ പകൽ സമയമായതുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് കാണുള്ളൂ. ഇത് രാത്രി ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് കണ്ടില്ലേ, എന്താ അങ്ങനെ തിളങ്ങും ഇങ്ങനെ അല്ലേ. നല്ല വർക്ക് വേണം, നല്ല വർക്ക്. ഇത് വിൽക്കാൻ വേണ്ടി കയറ്റിയതല്ല. പക്ഷേ ഞാൻ പറയാറില്ലേ, ഓരോ സാഹചര്യം കൊണ്ട് ഓരോ ഇതുകൊണ്ട് നമുക്കത് വിൽക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് പോകാം. ഇത് വെള്ളത്തിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ കണക്ഷനാണ്. എപ്പോഴും വെള്ളമുള്ള കണക്ഷനാണ് കേട്ടോ. വെള്ളം സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിര്. ഇവിടെയൊക്കെ നമുക്ക് കല്ലിട്ട് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മതിൽ ഇവിടെ കെട്ടണം സൈഡിൽ. അതുപോലെ തന്നെ നമുക്ക് ആ സൈഡിൽ ഒരു മതിൽ കെട്ടണം. ഇതാ കണ്ടില്ലേ, ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ 5 സെൻറ്റ് സ്ഥലമാണ്. അത് നല്ല സമചതുരമായിട്ടുള്ള സ്ഥലം കേട്ടോ. 5 സെൻറ്റ്. ആ വീടിൻ്റെ ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്ക്. ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് പുറത്ത് കേട്ടോ. ഈ ബാത്റൂമിൻ്റെ ഡോറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പുറത്ത്. അത് കിച്ചണിൽ നിന്ന് വരുന്ന ഡോറ്, ഇത് ബാത്റൂമിൽ നിന്ന് വരുന്ന ഡോറ്. ഇനി ഒരു വർക്ക് ഏരിയ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഈ ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് നല്ല സൗകര്യമുണ്ട്. കോണി റൂമൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല സൗകര്യത്തിലാണ്. കാരണം ഒരു റൂം മാറി സൗകര്യം ചെയ്തിരിക്കാം മുകളിൽ. ഇതാ അല്ലേ. ഇവിടെ നിന്നിട്ട് ആ മോൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും. ഈ സൈഡ് കാണിച്ചു കൊടുക്കുക. ഫ്രഷ് വീടാണ് കേട്ടോ, ഫ്രഷ് വീട് കണ്ടോ. ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇതാ ടാങ്കും സൗകര്യവും വെള്ളം എല്ലാം ഉണ്ട്. ഇതാ പൈപ്പ് കണക്ഷനാണ് വെള്ളം, ഒരിക്കൽ കൂടെ പറയുന്നു. ഇതാ കണ്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ, ഓരോ ലൈറ്റുകൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ കണ്ടോ. ചെറിയ ചെറിയ ബൾബൊക്കെ നല്ല ഭംഗിയിൽ നല്ലതിൽ. ഇതാ ഇനി നിങ്ങൾക്ക് ഇതാ ഈ ഭാഗത്തും കൂടെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതല്ലേ ഈ സിറ്റ് ഔട്ട്. അത്യാവശ്യം നല്ല ടൈൽസും നല്ല ക്വാളിറ്റി ഇട്ടിട്ടാണ് പണിയെടുത്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ട് നമ്മുടെ കണ്ടോ, സേഫ്റ്റിൻ്റെ ബൾബൊക്കെ കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല ജനൽ, നല്ല ഡോറ് കണ്ടോ. സൂപ്പർ ഡോറും സൂപ്പർ ജനലുമാണ്. കണ്ടില്ലേ നിങ്ങൾ ഹബീബികൾ? കാണണം. ഇതാ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതാ ഈ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമുക്കുള്ള ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നിങ്ങൾ. ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നോളി. നല്ല സൗകര്യമുള്ള സൂപ്പർ സ്ഥലം കണ്ടില്ലേ. നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ് കണ്ടില്ലേ. നല്ല വലിയൊരു ഹാള്, അതിനോട് ചേർന്നൊരു ഡൈനിങ് ഹാള് കണ്ടോ. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ വർക്കുമ്പോഴേക്ക് നോക്കണല്ലേ, നല്ല സൂപ്പർ വർക്ക്, സൂപ്പർ ടൈൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ഹാള്, സിറ്റിംഗ് ഹാളും ഇപ്പുറത്ത് ഡൈനിങ് ഹാളും.
എന്നാടോ ഷേപ്പിൻ്റെ ബൾബൊക്കെ വെച്ച് ബെല്ല് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ ഒരു ബാത്റൂം, കോമൺ ബാത്റൂമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ടൈൽസ് ഇട്ട് നല്ല ഭംഗിയിലുള്ളതാണ്. ആ ടൈൽസൊക്കെ നോക്കി, ബാത്റൂമിലിട്ട ടൈൽസൊക്കെ ഉണ്ടോ. അതുപോലെ തന്നെ റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു റൂമാണ്. അല്ല ഡബിൾ കോട്ടിൻ്റെ കട്ടിലൊക്കെ ഇട്ട് ഒരു അലമാരൊക്കെ ഇട്ടിട്ട് വീണ്ടും സ്പേസ് ഇവിടെ ഒരുപാട് ബാക്കിയാണ്. കേട്ടോ ഫുള്ള് കാണിച്ചു കൊടുക്കും, എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കണം. നമ്മുടെ ചാനൽ കാണുമ്പോൾ A to Z വരെ കാണണം, അപ്പോഴേ ജനങ്ങൾക്ക് അറിയൂ. മറ്റെന്താ പറയുക, മറ്റേത് ആരും കാണിച്ചു കൊടുക്കാറില്ല എങ്ങനെയൊന്നും. ഇവിടെയൊക്കെ ബൾബുണ്ട്, ചെറിയ ബൾബ് ഇട്ടിട്ടില്ല അല്ലേ, അത് കുഴപ്പമില്ല. അങ്ങനെ ഇവിടേക്കിന് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരികയാണ്. ഈ ഹാളിൽ ഇനിയൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കുഴപ്പമില്ല. ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ, 2 ബെഡ്റൂം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വീട് കേട്ടോ. ആർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീട് കേട്ടോ. ഇതുപോലുള്ള വീടുകളാണ് ആളുകൾ ചോദിക്കാറ്. ചെറിയൊരു വീട് നല്ല ഭംഗിയിൽ 980 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. ഇനി അതിൻ്റെ പുറമെ നമുക്ക് ഇവിടെ ഒരു വാഷ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് നമുക്ക് ഒരു വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇനി കിച്ചണിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ക്വാളിറ്റി ടൈൽസൊക്കെ ഇട്ടിട്ട്, അതുപോലെ തന്നെ ഇതാണോ ഈ ഭാഗം നോക്കിയൊക്കെ നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും. അതിൻ്റെ പുറമെ സ്റ്റോർ റൂം അതൊന്ന് കാണിച്ചു കൊടുത്തേ. കിച്ചണിലെ സ്റ്റോർ റൂമുണ്ട്, അത് നല്ല റൂമാണ്. ഫ്രിഡ്ജ് അവിടെയാണ് വെച്ചിരിക്കുന്നത്, നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ഉണ്ടോ. ഇതിങ്ങനെ ഡോറ് പുറത്തേക്കുള്ള ഡോറ്, ഇങ്ങനെ പുറത്തേക്കും പോവാം. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. എന്നാൽ ഈ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ അത് കയറിയിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇത് ഒറ്റപ്പാലം കേട്ടോ, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ. അമ്പലപ്പാറ എന്ന് പറയുന്നത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലാണ്. അവിടെ നിന്ന് ബസ് റൂട്ടിൽ നിന്ന്, മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ ദൂരം വരുന്നത്. ഇനി മേലെ 2 റൂം എടുക്കാറില്ല, 2 3 റൂം മേലെ എടുക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. നല്ല ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം 400 മീറ്ററാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, വീട് കാണൽ കഴിഞ്ഞു. ഒരിക്കൽ കൂടി പറയുന്നു, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്ന് 400 മീറ്റർ, അതിലൊരു 70-75 മീറ്റർ നമുക്ക് സാധാ റോഡാണ് കേട്ടോ. ഒരു മണ്ണിട്ട് റോഡാണ്. അടുത്തൊക്കെ നല്ല വീടുകളാണ്, വലിയ വലിയ വീടുകളൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ 1.5 വർഷമാണ് ഇതിൻ്റെ പഴക്കം. ഇതിന്മേൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു 10-11 ലക്ഷം റുപ്യ ലോണുണ്ട്. ആ ലോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തിയിട്ട് നമുക്ക് ഇവിടെ സംസാരിച്ച് നോക്കാം കേട്ടോ. ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അഗ്രിമെൻറ്റ് വെച്ച് ചെയ്യാം. ബാക്കി നിങ്ങളൊരു 13 ലക്ഷം രൂപയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാം. ബാക്കി ബാങ്കിൽ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതല്ല റെഡി ക്യാഷിന് എടുക്കാൻ വരികയാണോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് തരാം. എൻ്റെ ഹബീബിങ്ങൾ പെട്ടെന്ന് ഷെയർ ചെയ്യണം. കാരണം എന്താ പറയുക, ഇത് അത്രയും അത്യാവശ്യമാണ്. കാരണം പുതിയൊരു വീടൊക്കെ കയറ്റിയിട്ട് വിൽക്കുമ്പോൾ എന്തെങ്കിലും അർജൻറ്റ് ഇല്ലാതെ വിൽക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാം.